എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് നാൾക്ക് ശേഷമാണ് വീഡിയോ ചെയ്യുന്നതെന്നറിയാം. 4J ജോബ്സ് എന്ന യൂട്യൂബ് ചാനൽ കുറച്ച് നാളായിട്ട് ഇനാക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി മുതൽ നിങ്ങളിലേക്ക് കറക്റ്റായിട്ടുള്ള അപ്ഡേറ്റ്സും എല്ലാമായി 4J ജോബ്സ് വരുന്നതാണ്. അപ്പോൾ എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഡിസേബിൾഡ് ആണ്. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കിട്ടാനായിട്ട് ജോബ് നോട്ടിഫിക്കേഷൻസൊക്കെ എത്രയും വേഗം ലഭിക്കാനായിട്ട് ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക്, അതുപോലെ തന്നെ ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റി ലിങ്ക് എല്ലാം നിങ്ങളിലേക്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ദയവായി നിങ്ങൾ അതിലേക്കും കൂടെ ഒന്ന് ജോയിൻ ചെയ്തേക്കുക. നിങ്ങൾക്ക് എല്ലാ ആക്സസും അതിൽ നിന്നും ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് വന്നേക്കുന്ന റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് CRPF ആണ്. CRPFിലേക്ക് കോൺസ്റ്റബിൾ 10ാം ക്ലാസ്സുകാർക്കുള്ള കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുകയാണ്. നല്ലൊരു റിക്രൂട്ട്മെൻറ്റുമായി തന്നെയാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഏപ്രിൽ 20 മുതലാണ് തുടങ്ങുന്നത്. നിങ്ങൾക്ക് മെയ് 19 വരെ ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ഏകദേശം 9000-ൽ പരം ഒഴിവുകളാണ് ടോട്ടലി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 9096 വേക്കൻസി. ഇത് കേരളത്തിൽ സെപ്പറേറ്റ് വേക്കൻസിയും ലഭിക്കുന്നതാണ്. കേരള വൈസ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഈ ട്രേഡ്സ്മാൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾ അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ചാൻസാണ് ഇതിനകത്ത് കിട്ടുന്നത്. പ്രത്യേകിച്ച് ട്രേഡ് ടെക്നിക്കൽ തസ്തികകളെല്ലാം വെറും 10ാം ക്ലാസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റും ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് 21,700 മുതൽ 69,100 പേ സ്കെയിലാണ് നിങ്ങൾക്ക് സാലറി ആയിട്ട് ഇതിൽ ലഭിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തുള്ള പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കോൺസ്റ്റബിൾ വിഭാഗത്തിൽ മോട്ടോർ മെക്കാനിക് വെഹിക്കിൾ, കോബ്ലർ, കാർപ്പൻ്റർ, ടൈലർ, ബ്രാസ് ബാൻഡ്, പൈപ്പ് ബാൻഡ്, ഗാർഡനർ, ബഗ്ലർ, പെയിൻറ്റർ, കുക്ക്, ബാർബർ, വാഷർമാൻ, അതുപോലെ തന്നെ വാഷർമാൻ വുമൺ, വാട്ടർ കാരിയർ, സഫായി കർമ്മചാരി, മേഷൻ, പ്ലംബർ, ഇലക്ട്രീഷ്യൻ എന്നിങ്ങനെയുള്ള പോസ്റ്റുകളാണ് വരുന്നത്. ഇനി മറ്റ് പോസ്റ്റായിട്ട് വരുന്നത് കോൺസ്റ്റബിൾ ഡ്രൈവർ. അത് നല്ലൊരു പോസ്റ്റാണ്, നല്ല വേക്കൻസിയും കിടക്കുന്നൊരു പോസ്റ്റാണ്. അപ്പോൾ ഏജ് ലിമിറ്റ് നോക്കുമ്പോൾ ഡ്രൈവറിനാണെങ്കിൽ 21 മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. അതായത് 2/1/1999 1/1/2005 ജനിച്ചവർക്ക് ജനറൽ വിഭാഗത്തിൽ അപ്ലൈ ചെയ്യാം. OBC ആകുമ്പോൾ 30 വയസ്സ് വരെയും, SC/STക്ക് 32 വയസ്സ് വരെ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. മറ്റുള്ള കോൺസ്റ്റബിൾ പോസ്റ്റ് എല്ലാം 18 മുതൽ 23 വയസ്സ് വരെയാണ്. 23 വയസ്സെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കറക്റ്റ് 2/1/2003 1/1/2008 ഇടയിൽ ജനിച്ചവരായിരിക്കണം നിങ്ങൾ. ഓക്കെ, ഇനി OBCയിലോട്ട് വരുമ്പോൾ അവർക്ക് 26 വയസ്സ് വരെയും, അതുപോലെ തന്നെ SC/STയിലോട്ട് വരുമ്പോൾ 28 വയസ്സ് വരെ ഉള്ളവർക്കും അപേക്ഷിക്കാം. ഇനി ഇതിനായിട്ട് നിങ്ങൾക്ക് വരുന്നത് ആദ്യം എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഉണ്ടാവും. ആ എക്സാമിനേഷൻ പാസ്സായി കഴിഞ്ഞാൽ ഫിസിക്കൽ ഉണ്ടാവും. ഫിസിക്കൽ വലിയ ടൈറ്റ് അല്ലാത്ത ഫിസിക്കലാണ് ഈ ഒരു ട്രേഡ്സ്മാന് വരുന്നത്. അതൊരു പ്രത്യേകതയാണ്. അത് ഞാൻ എന്താണെന്ന് വരുന്നതിൽ പറയാം. അപ്പോൾ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഡ്രൈവറിന് നോർമലി 10ാം ക്ലാസ്സും ഹെവി ലൈസൻസും ഉണ്ടായിരിക്കണം. എക്സ്പീരിയൻസ് ഒന്നും വേണമെന്നില്ല. ഓക്കെ, ഇനി മെക്കാനിക് മോട്ടോർ വെഹിക്കിളിനൊക്കെ 10ാം ക്ലാസ്സും ITIയും വേണം. ഓക്കെ, അതുപോലെ തന്നെ മറ്റെല്ലാ ട്രേഡ്സ്മാൻ വിഭാഗത്തിനും 10ാം ക്ലാസ്സും ട്രേഡ് ടെസ്റ്റ് കാണും. അതൊന്ന് പാസ്സായാൽ മതി. വേറെ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഒന്നും വേണമെന്ന് നിർബന്ധമില്ല. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, ഇനി ഇലക്ട്രീഷ്യൻ, മേഷൻ എന്ന് പറയുന്ന തസ്തികയിലാകുമ്പോഴത്തേക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസും ITI സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. ബാക്കിയുള്ള മിക്ക പോസ്റ്റുകൾക്കും 10ാം ക്ലാസ് മാത്രം മതി. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കേരളത്തിൽ സെൻറ്റർ ഉണ്ട്. കേരളത്തിൽ നമ്മുടെ CRPF പള്ളിപ്പുറമാണ് സെൻറ്റർ. നിങ്ങൾക്ക് ഇവിടെ കാണാം. കേരളത്തിൽ CRPF പള്ളിപ്പുറം നിങ്ങൾക്ക് സെൻറ്ററായിട്ട് കിട്ടും. വേറെ എവിടെ നിങ്ങൾ ദൂരോട്ടൊന്നും പോകണ്ട. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് അവിടെ വെച്ച് തന്നെ ആയിരിക്കും ഫിസിക്കലും വരുന്നത്. നിങ്ങൾക്കിതിൻ്റെ ആദ്യം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങളതിലൊരു മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഫിസിക്കൽ ടെസ്റ്റ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതിൽ മെയിൽസിൽ വരുന്ന സമയത്ത് ഈ കോൺസ്റ്റബിൾ ഞാൻ പറയുന്ന പോസ്റ്റ് ഡ്രൈവർ, മോട്ടോർ മെക്കാനിക്ക്, ഗാർഡനർ, പെയിൻറ്റർ, കാർപ്പൻ്റർ, ബ്രാസ് ബാൻഡ്, പൈപ്പ് ബാൻഡ്, കോബ്ലർ, ടൈലർ, ബഗ്ലർ, ഇത്രയും പോസ്റ്റിലേക്ക് നമ്മുടെ നോർമൽ ഫിസിക്കൽ 5 കിലോമീറ്റർ 24 മിനിറ്റ് ഓടി തീർക്കണം മെയിൽസിന്. ഫീമെയിൽസിലാകുമ്പോൾ 1.6 8.5 മിനിറ്റ് കൊണ്ട് ഓടി തീർക്കണം. ഇനി ഞാൻ ഈ പറയുന്ന പോസ്റ്റ് കുക്ക്, വാട്ടർ കാരിയർ, ബാർബർ, ഹെയർ ഡ്രസ്സർ, കോൺസ്റ്റബിൾ, വാഷർമാൻ, വാഷർ വുമൺ, സഫായി കർമ്മചാരി, ഇതിനെല്ലാം 1.6 കിലോമീറ്റർ വെറും 10 മിനിറ്റ് മതി. വെറും 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈസി ഫിസിക്കലാണത്. 10 മിനിറ്റ് കൊണ്ട് കവർ ചെയ്താൽ മതി മെയിൽസിന്. ഇനി ഫീമെയിൽസിനാണെങ്കിൽ 12 മിനിറ്റ് ഉണ്ട്. 1.6 വെറും 12 മിനിറ്റ് കൊണ്ട് കവർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അത് ഈസി ഫിസിക്കൽ ടെസ്റ്റ് വരുന്ന ട്രേഡുകളുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ എത്ര വേക്കൻസി ഉണ്ടെന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ ഈ PDF നമ്മുടെ ടെലഗ്രാമിൽ ഇടുന്നതാണ്. എല്ലാവരും ടെലഗ്രാമിൽ ഇടുക. ടെലഗ്രാമിൽ കേരള വൈസ് വേക്കൻസിയുടെ ഡീറ്റെയിൽ സംഭവം ഞാൻ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് എത്രയൊക്കെ പോസ്റ്റ് കേരളത്തിലുണ്ടെന്നുള്ളത്
ഉള്ളത് നോക്കുക. അപ്പോൾ അത് വെച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഉള്ളതിന് ആയിരിക്കും ആൾ കൂടുതൽ. അപ്പോൾ നിങ്ങളത് നിങ്ങളുടെ ലോജിക്ക് വെച്ച് നിങ്ങൾ അത് അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ ഫിസിക്കലിനും ക്രൈറ്റീരിയ എല്ലാം വെച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുക. പിന്നെ ഇത്തവണത്തെ ട്രേഡ്സ്മാൻ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, അതുപോലെ അത് ശ്രദ്ധിക്കണം. നെഗറ്റീവ് മാർക്കിംഗ് എന്തായാലും ഇത്തവണ ഉണ്ട്. കഴിഞ്ഞ തവണ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലായിരുന്നു. എക്സാം ഫീസ് 100 രൂപയാണ്. 100 രൂപ എടുത്ത് നിങ്ങൾ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യണം. ആപ്ലിക്കേഷൻ ഓർത്ത് ഒന്നും പേടിക്കേണ്ട, ആപ്ലിക്കേഷൻ വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ചെയ്യണമെന്നുള്ളവർക്ക് പേഴ്സണലി ചെയ്തു തരുന്നതായിരിക്കും. അങ്ങനെയുള്ള സ്കീമും 4G ജോബ്സ് കൊണ്ടുവരികയാണ്. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ്റെ വീഡിയോ നാളെ തന്നെ നിങ്ങളിലേക്ക് ഇതിൻ്റെ സൈറ്റ് ഓപ്പൺ ആക്കുമ്പോൾ എത്തും തന്നെ. അത് നോക്കി വ്യക്തമായി കണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. 100 രൂപയേ ഉള്ളൂ ഫീസ്. മെയിൽസ് OBC കാൻഡിഡേറ്റ്സ് വേണം ഫീസ് അടയ്ക്കാൻ. EWS ഫീമെയിൽസിനും SC/ST കാൻഡിഡേറ്റ്സിനൊന്നും ഫീസൊന്നുമില്ല, ജസ്റ്റ് ഫ്രീ ആണ് ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, സെൻറ്റർ ഞാൻ പറഞ്ഞു CRPF പള്ളിപ്പുറത്താണ് സെൻറ്ററൊക്കെ ഉള്ളത്, അതുകൊണ്ട് അതും ശ്രദ്ധിക്കണം. ഓക്കെ, പിന്നെ ഇതിനകത്ത് നമ്മുടെ എക്സാം സിലബസ് എന്ന് പറയുന്നത് നമ്മളെ SSC GDയുടെ എക്സാമിനേഷൻ സിലബസാണ്. സെയിം മോഡ് ഓഫ് എക്സാമാണ്. 100 ക്വസ്റ്റ്യൻ കാണും. 100 ക്വസ്റ്റ്യൻസിന് നമുക്ക് 100 മാർക്കാണ്. നെഗറ്റീവ് മാർക്കിംഗ് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ കണ്ടായിരുന്നു. നെഗറ്റീവ് മാർക്കിംഗ് ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, കേരളത്തിലെ വേക്കൻസീസ് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ ഗ്രൂപ്പിലിടുന്നതാണ്. പിന്നെ മേഷൻ ഇലക്ട്രീഷ്യൻ മാത്രം ഓൾ ഇന്ത്യ വേക്കൻസിയാണ്. ബാക്കിയെല്ലാം സ്റ്റേറ്റ് വൈസ് വേക്കൻസീസാണ് വരുന്നത്. ഓക്കെ, പിന്നെ ഫിസിക്കൽ മെഷർമെൻറ്റ് വരുമ്പോൾ ഹൈറ്റ് മെയിൽസിന് 170 കറക്റ്റ് വേണം, 170 മിനിമം ഉണ്ടാവണം. ഫീമെയിൽസിന് 157 മതി. ഓക്കെ, ഹൈറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ചെസ്റ്റ് 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷനാണ് അവർ പറയുന്നത്. 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ വേണം. അതിൽ വരുന്നത് അൺഎക്സ്പാൻഡ് 80, എക്സ്പാൻഷൻ 5 മെയിൽസിന്. ഓക്കെ, ഫീമെയിൽസിന് വേറെ ഒന്നുമില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം, ഹൈറ്റ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ കഴിഞ്ഞ ട്രേഡ്സ്മാന് പോയതായിരുന്നു. അപ്പോഴത്തേക്ക് അതിൽ ഡ്രൈവർ എന്ന് പറയുന്ന പോസ്റ്റിനൊന്നും ആൾ കംപ്ലീറ്റ്ലി ഫില്ല് പോലും ആയില്ല. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഈ ഏജ് ലിമിറ്റിൽ വരുന്ന ഡ്രൈവിംഗ് ഒക്കെ അറിയാവുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് ഇത് അപ്ലൈ ചെയ്യണം. കിട്ടാൻ നല്ല പോസിബിലിറ്റീസാണ്. ട്രേഡ് ടെസ്റ്റും വലിയ പ്രശ്നമില്ലായിരുന്നു. ഞാൻ എൻ്റെ പോയ അനുഭവത്തിന് സെപ്പറേറ്റ് ഒരു വീഡിയോ നിങ്ങളിലേക്ക് ഞാൻ ചെയ്യുന്നതാണ്. ഞാൻ പോയിട്ടുണ്ട് ഉള്ളതാണ് കഴിഞ്ഞ ട്രേഡ്സ്മാൻ വിഭാഗത്തിൽ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയുന്നത്. അപ്പോൾ ഈ ട്രേഡ്സ്മാൻ നിങ്ങൾ വേക്കൻസി കുറവെന്നോ അങ്ങനെ ഒന്നും വിചാരിച്ചിരിക്കരുത്. നിങ്ങൾക്ക് നല്ല കിട്ടാനായിട്ട് പോസിബിലിറ്റി ഉള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് ആണ് ഈ CRPFൻ്റെ കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ. ഏജ് ലിമിറ്റ് 23 വരെ ഉള്ളൂ ജനറൽ വിഭാഗത്തിന്. അതൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. സ്റ്റേറ്റ് വൈസിലായിരിക്കും നിങ്ങൾക്ക് ഇതിനകത്ത് വേക്കൻസി. അപ്പോൾ ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് ഞാൻ ടെലഗ്രാമിൽ ഇടുന്നതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ എക്സാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 100 ക്വസ്റ്റ്യൻ 100 മാർക്കാണ്. ഇനി നിങ്ങളിതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 25 ക്വസ്റ്റ്യൻ 25 മാർക്ക്. ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ് 25 ക്വസ്റ്റ്യൻ 25 മാർക്ക്. എലമെൻ്ററി മാത്സ് 25 ക്വസ്റ്റ്യൻ 25 മാർക്ക്. ഇനി അതുപോലെ തന്നെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. 25 ക്വസ്റ്റ്യൻ 25 മാർക്ക്. 2 മണിക്കൂറാണ് സമയം. നിങ്ങൾക്ക് ഇവിടെ കാണാം 2 മണിക്കൂറുണ്ട്. 100 ക്വസ്റ്റ്യൻ 2 മണിക്കൂറുണ്ട് കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ നല്ല ടൈമും നിങ്ങൾക്ക് കിട്ടും. നോർമലി 1.5 മണിക്കൂറാണ് കിട്ടുന്നത്. ഇപ്പോൾ 2 മണിക്കൂർ അത്രയും ടോപ്പിക്ക് SSC GDയുടെ സെയിം ടോപ്പിക്ക്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിക്ക് എക്സാം ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് 4G ജോബ്സ് വഴി തന്നെ കിട്ടുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ടെലഗ്രാമിൽ എല്ലാവരും ഒന്ന് കയറിയേക്കാം. ടെലഗ്രാമിലാണ് കൂടുതലും നോക്കുന്നത്. അപ്പോൾ ഫേസ്ബുക്ക് ഡീറ്റെയിൽസ് ഞാൻ ഇട്ടേക്കാം. അതിലൊന്ന് ജോയിൻ ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നാൽ മതി. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഹാവ് എ നൈസ് ഡേ. ആപ്ലിക്കേഷൻ വീഡിയോ ഉടൻ വരുന്നതാണ്.